ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ കിച്ചണിലൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ പാത്രം കഴുകാനൊക്കെ സോപ്പ് വയ്ക്കുമ്പോൾ അത് 2-3 ദിവസം ആകുമ്പോൾ തന്നെ നല്ലതുപോലെ അലിഞ്ഞ് ഇതുപോലെ വെള്ളമൊക്കെ വീണ് അലിഞ്ഞ് പോകാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ സോപ്പൊക്കെ തീർന്നു പോകാറുണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സോപ്പ് കുറേ നാൾ ഉപയോഗിക്കേണ്ട നല്ലൊരു ടിപ്സാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഗ്യാസ് അടുപ്പൊന്ന് കത്തിച്ച ശേഷം ഒരു പോർക്കൊന്ന് ചൂടാക്കി എടുക്കുക. അല്ലെങ്കിൽ ചെറിയ കമ്പിത്തുണ്ടോ എന്തെങ്കിലും മതി കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ആ ഒരു സോപ്പ് വയ്ക്കുന്ന ആ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ഹോളിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അതാ ഇവിടെ ആ ഒരു ഇത് മൂട് ഭാഗത്ത് ഞാൻ എല്ലാ ഭാഗത്തും ഒന്ന് ഹോളിട്ട് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ ഹോളിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ആ ഒരു ബോട്ടിൽ ഹോളിട്ട് എടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്കൊരു കത്തിയോ അല്ലെങ്കിൽ ചെറിയ കമ്പിത്തുണ്ടോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഹോളിട്ടെടുക്കണം. അപ്പോൾ ഞാൻ നിറയെ ആ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ നിറയെ ഒന്ന് ഹോളിട്ടെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു വെള്ളം നമ്മൾ തറയിൽ വയ്ക്കുമ്പോൾ അത് പെട്ടെന്ന് അലിഞ്ഞു പോകാതിരിക്കാൻ, ആ വെള്ളം വീണ് പെട്ടെന്ന് സോപ്പ് അലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇതുപോലെ നമ്മളൊരു പ്ലാസ്റ്റിക് ബോട്ടിൻ്റെ അടപ്പ് ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സോപ്പ് കുറേ നാൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആ സോപ്പ് നമ്മൾ ഇത് കൗണ്ടർ ടോപ്പിൽ വയ്ക്കുകയാണെങ്കിൽ ആ ഒരു സോപ്പിൻ്റെ വെള്ളം വീണ് നമുക്ക് ആ സോപ്പ് പെട്ടെന്ന് അലിഞ്ഞു പോകും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ നമുക്ക് ആ ഒരു പാത്രം കഴുകുന്ന സോപ്പ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കുപ്പിയുടെ അടപ്പ് എടുത്തിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക് ബോട്ടിൻ്റെ അടപ്പ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ വച്ച ശേഷം നമുക്ക് ഈ സോപ്പ് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് ആദ്യത്തെ ടിപ്സാണ്, നല്ലൊരു ടിപ്സാണ്. നിങ്ങൾക്ക് ഈ ടിപ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ ഇതുപോലെ ഒന്ന് ഹോളിട്ട് ആ ഒരു ബോട്ടിലേക്ക് കുറച്ച് റബ്ബർ ബാൻഡ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ എല്ലാ ഭാഗത്തും ഒന്ന് തിരിച്ചും ആ രണ്ട് സൈഡിലും ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഈ റബ്ബർ ബാൻഡിൻ്റെ മുകളിൽ സോപ്പ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ സോപ്പ് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒട്ടും തന്നെ അലിഞ്ഞു പോകാതെ നമുക്ക് ആ ഒരു സോപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ആ റബ്ബർ ബാൻഡ് രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എല്ലാ ഭാഗത്തും ഒന്ന് നമുക്ക് ഇളകി പോകാത്ത രീതിയിൽ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ ആ ഒരു സോപ്പ് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ആ പാത്രം കഴുകുന്ന സോപ്പ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറന്നു പോവല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്സ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ വീട്ടിലൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ മുട്ടക്കറിയൊക്കെ തയ്യാറാക്കാം. മുട്ടക്കറി മാത്രമല്ല, നമ്മൾ മുട്ട പുഴുങ്ങിയൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ തൊലി കളഞ്ഞ് എടുക്കാൻ വേണ്ടി നമ്മൾ മുട്ട പുഴുങ്ങിയ ഉടനെ ഒന്ന് തണുത്ത വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കും. അതുമാത്രമല്ല, നമുക്ക് ജോലി തിരക്കൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്സ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഇതുപോലെ മുട്ട പുഴുങ്ങിയ ശേഷം ഇതുപോലത്തെ ഒരു അടപ്പ് പാത്രത്തിലേക്ക് നമുക്ക് ഈ പുഴുങ്ങിയ മുട്ടയെല്ലാം ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആ ഒരു അടപ്പ് പാത്രം ഒന്ന് അടച്ചെടുക്കാം. ഇനി നമുക്കിതിനെ 2-3 പ്രാവശ്യം ഒന്ന് പതുക്കെ ഒന്ന് അതിനെ കുലുക്കി കൊടുക്കണം. പതുക്കെ കുലുക്കിയാൽ മതി, കുറച്ചൊന്ന് കുലുക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ അടപ്പ് തുറക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ മുട്ടയും നല്ലതുപോലെ ആ ഒരു മുട്ടയിൽ നിന്ന് തന്നെ തൊലിയെല്ലാം ഇളകി കിട്ടും. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ മുട്ടയുടെ തൊലിയെല്ലാം ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അധികം സ്പീഡെ കുലുക്കിയെടുക്കാൻ പാടില്ല. ഒരു 2 പ്രാവശ്യം ഒന്ന് പതുക്കെ ഒന്ന് കുലുക്കിയെടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുട്ടയൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കിച്ചൺ ജോലികൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തീർക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഞാൻ എന്ത് എളുപ്പത്തിൽ തന്നെ എല്ലാ മുട്ടയും ഞാൻ ഇവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നമുക്ക് ഒറ്റ കൈ കൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ഒരു കുട്ടികൾക്കും ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ ഈ മുട്ടത്തോടൊക്കെ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയാതെ ഇതിനെയൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിൽ അടിച്ച ശേഷം നമ്മൾ ചെടികൾക്ക് വളമായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുമാത്രമല്ല, ഈ മുട്ടത്തോട് കൊണ്ടുള്ള കുറച്ച് നല്ല ടിപ്സുകൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ആദ്യത്തെ ടിപ്സ് നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡ് നല്ലതുപോലെ മൂർച്ച കൂട്ടാൻ വേണ്ടി നമ്മൾ ഈ മുട്ടത്തോട് ഏറ്റവും നല്ലൊരു ഇതാണ് കേട്ടോ, ടിപ്സാണ്. അപ്പോൾ ഞാൻ ഇവിടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മുട്ടത്തോട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലത്. പൊടിയുപ്പിനേക്കാളും കല്ലുപ്പ് നല്ലതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ആ ബ്ലേഡെല്ലാം നല്ലതുപോലെ മൂർച്ച കിട്ടും. അപ്പോൾ ഇനി ഈ പൊടി കളയാതെ തന്നെ നമുക്ക് ഇത് കൊണ്ടുള്ള കുറച്ച് ടിപ്സ് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ എടുക്കാതെയൊക്കെ ഇതുപോലെ സ്റ്റീൽ പാത്രങ്ങൾ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം ആകുമ്പോൾ തന്നെ അതിൻ്റെ ആ പാത്രത്തിൻ്റെ പുറത്തൊക്കെ തുരുമ്പ് പിടിക്കാറുണ്ട്. ആ തുരുമ്പ് പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടി ഈ ഒരു ടിപ്സ് ഉപയോഗിക്കുക കേട്ടോ. നമ്മളൊരു സ്ക്രബ്ബറിലേക്ക് കുറച്ച് ആ ഒരു മുട്ടത്തോടിൻ്റെ പൊടിയെടുത്ത് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ എത്ര തുരുമ്പ് പിടിച്ച ആ ഒരു കറയും നമുക്ക് വളരെ ഈസി ആയിട്ട് അത് കളയാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു സ്റ്റീൽ പാത്രത്തിൽ അവിടെ ആയിട്ട് നിറയെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗത്തെല്ലാം നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൽ സോപ്പ് ഒന്നും ഉപയോഗിക്കുന്നില്ല, ആ ഒരു മുട്ടത്തോടിൻ്റെ പൊടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഇളക്കി കളയാൻ പറ്റും. ഇനി നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് നോക്കാം കേട്ടോ. കണ്ടോ, വളരെ ഈസി ആയിട്ട് അതിലുണ്ടായിരുന്ന ആ തുരുമ്പ് കറ എല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാൽ, നമ്മൾ സ്ഥിരമായിട്ട് കട്ടൻ ചായയൊക്കെ കുടിക്കുന്ന കപ്പ് ഇതുപോലെ അകമൊക്കെ നല്ലതുപോലെ കറ പിടിക്കാറുണ്ട്. അത് പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടി നമുക്ക് ഈ ഒരു മുട്ടത്തോട് ഉപ്പും കൊണ്ടുള്ള ടിപ്സ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒരു സ്ക്രബ്ബറിലേക്ക് ഞാൻ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് മുട്ടത്തോടിൻ്റെ ആ ഒരു പൊടി ഒന്ന് എടുത്തതിന് ശേഷം നമ്മൾ ആ ഗ്ലാസ്സിലേക്ക് അകത്ത് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ എല്ലാ കറയും നമുക്ക് അതിൻ്റെ അകത്തുള്ള എല്ലാ കറയും ഒന്ന് പോയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ തേക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ, നമ്മൾ തേക്കുമ്പോൾ ആ ഒരു കപ്പിൻ്റെ അകത്ത് ആ ഒരു പൊടിയെല്ലാം വീണ് കണ്ട കറ എല്ലാം വീണ് അതിൽ കിടപ്പുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് തേച്ച ശേഷം നമുക്കിതിനെ ഒന്ന് കഴുകിയ ശേഷം നമുക്ക് ഈ ഗ്ലാസ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പം ഞാൻ കപ്പ് നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. കണ്ടോ, ആ ഒരു പുതിയ കപ്പ് ഇരിക്കുന്നത് പോലെ നമുക്ക് ഈ ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. ഒരു സോപ്പോ ഒന്നും ഉപയോഗിക്കാതെ ആ ഒരു മുട്ടത്തോട് ഉപ്പും കൊണ്ടുള്ള ആ ഒരു പൊടി മാത്രമാണ് ഞാൻ ഇതിലേക്ക് തേച്ച് എടുത്തത്. നല്ലതുപോലെ വെളുത്തിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് മാത്രമല്ല, നമ്മൾ കേക്കിനൊക്കെ ചോക്ലേറ്റ് ഉരുക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഗ്ലാസും നമ്മൾ ഇതുപോലെ ഞാൻ തേച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോവല്ലേ. അപ്പോൾ മുട്ടത്തോടും ഉപ്പൊക്കെ കൊണ്ട് ഇതുപോലെ നമ്മൾ സ്റ്റീൽ പാത്രങ്ങൾ തേക്കുകയാണെങ്കിൽ നല്ലതുപോലെ വെളുത്ത് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ല നല്ല ടിപ്സുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മുട്ടത്തോട് ഉപ്പും കൊണ്ടുള്ള അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ കുക്കറൊക്കെ സ്ഥിരമായിട്ട് മുട്ടയൊക്കെ പുഴുങ്ങാനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ ഇതിൻ്റെ അകത്തൊക്കെ നല്ലതുപോലെ കറുത്ത് ആ ഒരു കറ പറ്റി പിടിക്കാറുണ്ട്. അത് മാത്രമല്ല, പുറത്ത് നമ്മൾ ആ കുക്കറിൻ്റെ പുറത്ത് ഇതുപോലെ അഴുക്ക് പറ്റി പിടിക്കാറുണ്ട്. അപ്പോൾ ഇതും പോവാനും നമുക്ക് ഈ ഒരു മുട്ടത്തോടും ഉപ്പും കൊണ്ടുള്ള ആ പൊടി ഒന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മളൊരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് അതൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഇളകി കിട്ടും കേട്ടോ. നമ്മൾ സോപ്പോ ഒന്നും ഉപയോഗിക്കേണ്ട. കുറച്ച് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് പതുക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ കറ എല്ലാം ഇളകി കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ, നമ്മളിതിൽ ഒരു സോപ്പോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ആ ഒരു മുട്ടത്തോടിൻ്റെ പൊടി തേക്കുമ്പോൾ തന്നെ ആ എല്ലാ കറയും ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ പുതിയ കുക്കർ വാങ്ങിക്കുന്നത് പോലെ തന്നെ നല്ലതുപോലെ ഇളകി കിട്ടിയിട്ടുണ്ട്. അധികം ബലം ഒന്നും പ്രയോഗിക്കാതെ തന്നെ പതുക്കെ ഒന്ന് തേച്ച് കഴുകിയെടുക്കുകയാണ് കേട്ടോ. ഇതൊന്ന് കഴുകിയെടുത്തപ്പോൾ കണ്ടോ, എല്ലാ കറയും പോയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ആ കുക്കറിൻ്റെ അകത്തുള്ള കറയും ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ സോപ്പോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ആ ഒരു മുട്ടയും ഉപ്പും കൊണ്ടുള്ള പൊടി കൊണ്ട് തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ മുട്ടത്തോടൊന്നും കളയാൻ പാടില്ല കേട്ടോ. നല്ല ടിപ്സുകളാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മളെ സിങ്ക് എത്ര വഴുവഴുപ്പുള്ള സിങ്കും നമുക്ക് ആ മുട്ടത്തോട് ഉപ്പും കൊണ്ട് തേക്കുകയാണെങ്കിൽ നല്ലതുപോലെ വെളുത്ത് കിട്ടും. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മുട്ടത്തോടിൻ്റെ ആ ഒരു പൊടിയൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം സോപ്പ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഞാൻ അതൊന്ന് തേച്ച് കഴുകി എടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി, നല്ല അഴുക്ക് പോയി കിട്ടും. അതുമാത്രമല്ല, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു സിങ്കാണെങ്കിൽ വഴുവഴുപ്പൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഉപ്പിൻ്റെ ഇതുകൊണ്ട് അതെല്ലാം ഒന്ന് മാറി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതൊന്ന് കഴുകി നല്ലതുപോലെ തേച്ചതിന് ശേഷം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്.
അപ്പോൾ സിങ്ക് ദാ ഇവിടെ നല്ലതുപോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും മറന്നു